അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അമ്മയും അച്ഛനെയും സ്നേഹിക്കല്ലേ. എനിക്കങ്ങനെ പവിത്രത എന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളുടെ ഇപ്പൊ കാഞ്ചനമാല എന്ന് പറയുന്ന ഒരാള് അതിനുശേഷം ഒരു എന്തോ സ്പോർട്സ് അക്കാഡമി എന്തോ സ്റ്റാർട്ട് ചെയ്തെന്ന് അങ്ങനെ എന്തോ ആണ്, എനിക്കറിയില്ല. അങ്ങനെ എന്തോ അവര് ഫോക്കസ് മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ലൈഫിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ മരിച്ചു പോയതിനു ശേഷം ഈ ലോകത്തിലുള്ള മറ്റു പോസിബിലിറ്റീസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാതെ മറ്റു വ്യക്തികളിലേക്ക് ഒന്നും അവർ നോക്കാതെ നമ്മള് ആ നിന്നെടുത്ത് തന്നെ ചോയ്സ് ആണ്. പക്ഷെ അങ്ങനെ നിന്നെടുത്ത് തന്നെ നിന്ന് പോകുന്നതിന് സൈക്കോളജിക്കലി നമുക്കത് എന്തോ കുഴപ്പമില്ലേ, അതൊരു ഓക്കെ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബട്ട് യാ, ഇറ്റ്സ് എ ചോയ്സ്, ബട്ട് ഇറ്റ്സ് നോട്ട് നീഡഡ്. അതിപ്പോ സന്തോഷം എന്തിനാണ് ട്രൂ ലവ് എന്ന് വിചാരിക്കുന്നത്? അത് അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ സുഹൃത്തുക്കള് തമ്മിൽ എന്താണ്? ഫ്രണ്ട്സ്, അച്ഛനമ്മ, കുട്ടികള്, ഇതെല്ലാം കാതിൽ മൂവിയിൽ എന്താ കാണുന്നത്? അങ്ങനെ കാതിൽ മൂവി കാണിക്കുന്ന മനുഷ്യൻ കല്യാണം കഴിക്കുന്നു. കാതിൽ മൂവി ഉണ്ടാകുന്ന അങ്ങനൊന്നുമില്ല. കാതൽ മൂവിയില് എനിക്ക് സൈക്കോളജിക്കലി പറയുന്നത് ഒരു കമ്പാനിയനാണ്. അല്ല അങ്ങനല്ല. കല്യാണം കഴിക്കുന്നതിനൊന്നുമല്ല. കല്യാണം കഴിക്കുന്നത് ഫാമിലി ഉണ്ടാക്കി, കൊച്ചിനെ ഉണ്ടാക്കി, സ്വത്ത് നിലനിർത്താൻ, അത് കഴിഞ്ഞ് പാരമ്പര്യം നിലനിർത്താൻ, അത് കഴിഞ്ഞ് പിള്ളേരെ അപ്പനമ്മയെ നോക്കാൻ, അത് കഴിഞ്ഞ് പിള്ളേരെ കല്യാണം നടത്താൻ, അത് കഴിഞ്ഞിട്ട് അവരുടെ പിള്ളേരെ കാണാൻ, അത്രയും വഴി കഴിയുമ്പോഴത്തേക്കും കാത്തു പോകും. അത്രേ ഉള്ളൂ. അതിനാ എല്ലാവരും കല്യാണം കഴിക്കുന്നു. അല്ലെ വേറെന്തിനാ? അതേമാതിരി നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ആളെ വിളിക്കണ പോലെ നമ്മൾ സ്വയം ഡിസിപ്ലിൻഡ് ആയിട്ടേ കല്യാണം കഴിക്കാവൂ എന്നാ ഞാൻ പറയുള്ളൂ. പുറത്തുനിന്ന് ഒരാളെ താൻ ആർ യു എ ചൈൽഡ്? നോ, റൈറ്റ്? സോ വി ആർ ഓൾ അഡൾട്ട്സ് ഹിയർ. ഒരു കുട്ടീനല്ലേ ഡിസിപ്ലിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഓപ്പൺ മാരേജ് സംഭവം ഉണ്ട്. അതായത് പിള്ളേരില്ല, ഹസ്ബൻഡ് വൈഫും നമ്മള് ഹസ്ബൻഡ് പറയാ വൈഫിന് പറയാ അത് കുഴപ്പമില്ല. പിള്ളേരുണ്ടാകുമ്പോൾ പ്രശ്നമാകും. പിള്ളേരുണ്ടാകുമ്പോ പ്രശ്നമാകുമെന്ന് ചോദിച്ചാൽ പിള്ളേരിലേക്ക് അതിപ്പോ പിള്ളേരുടെ അടുത്ത് ഈ അച്ഛനും അമ്മയും സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന്റെ കുറച്ചുകൂടിയും കാര്യങ്ങൾ അറിയേണ്ടി വരും. ആ വാല്യൂ സിസ്റ്റം പിള്ളേരിലേക്ക് കൺവേ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പിള്ളേർ മുൻപിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവരിലേക്ക് എടുക്കുന്നുണ്ട്. ആ വാല്യൂസ് ആണ്, ഇങ്ങനെയാണ് ഈ ലോകം വർക്ക് ചെയ്യണ, അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യണെന്നുള്ള വാല്യൂ കുട്ടി എടുക്കും. പക്ഷെ എന്റെ കൺസേൺ അതല്ല. എന്റെ കൺസേൺ എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്ക് അത്രയും സമയം ഇല്ലാണ്ടാവുമ്പോ കുട്ടിയുടെ ചെലവഴിക്കുന്ന സമയത്തിൽ കുറവ് അത് വേണം. അതിന് കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കുന്നുണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം. കുട്ടിയുടെ കൂടെ സമയം ചെലവഴിക്കുന്നുണ്ടോ? ഈ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മൊബൈൽ നോക്കിയിട്ട് എന്നിട്ട് കളിച്ചോ എന്ന് പറയുന്നതല്ല. ഇത് മാറ്റി വെച്ചിട്ട് അവരുടെ കൂടെ ഇരുന്ന് കഥകൾ പറയാം. ചോദ്യം മനസ്സിലായില്ല. അയാൾക്ക് എന്ത് പ്രശ്നം? എന്താ തനിക്ക് തന്റെ വൈഫ് വേറെ റിലേഷൻഷിപ്പ് ഉള്ളത് തനിക്ക് ഹേർട്ട് ആവുന്നതാണ് പ്രശ്നം. ആവും. അപ്പൊ എന്ത് ചെയ്യണം? അല്ല, ഡിവോഴ്സ് അവന് തനിക്ക് ബുദ്ധിമുട്ടായില്ലേ, താനങ്ങ് പൊക്കോ. അത്രേ ഉള്ളൂ. നമ്മള് സംസാരിക്കുന്നത് നോൺ ലിവിങ് തിങ്സിനെ കുറിച്ചോ മെഷീൻസിനെ കുറിച്ചോ അല്ലല്ലോ. നിങ്ങള് ഇത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അതുകൂടാതെ ഷാരട്ടന് 20 വയസ്സുള്ള ചിന്ത അല്ല 25. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ മക്കളെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ചോദ്യം എന്ന് പറയുന്നത് മക്കളോട് സമയം സ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. മക്കൾക്ക് ഇതെങ്ങനെ കൺവേ ചെയ്യപ്പെട്ടിട്ടു എന്നുള്ളതാണ്. എന്തോ പറയുന്നത് പിള്ളേരെ നോക്കുന്ന കാര്യമല്ല, കൊച്ചിനെ ബാധിക്കുമെന്നല്ലേ ചോദിച്ചത്. കൊച്ചിനെ ബാധിക്കുന്നതാണ് തന്റെ പ്രശ്നമെങ്കിൽ താൻ കൊച്ചിനെ ബാധിക്കുന്ന പ്രശ്നം സോൾവ് ചെയ്യുക, അല്ലാതെ മറ്റേതാണ് വിഷയമെങ്കിൽ മറ്റേത് സോൾവ് ചെയ്യുക. ഇതിപ്പോ രണ്ടും സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം ഏതാണ് പ്രശ്നം, തനിക്ക് ഏതാ കൂടുതൽ വേണ്ടത്, പ്രയോറിറ്റി ഏതിനാ? കൊച്ചിനെ നോക്കുന്നതാണോ? അപ്പൊ താൻ യൂസ് ചെയ്തു അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും.
adjust ചെയ്ത് പോകും. അത് പിന്നെ വേറെ അപ്പോൾ കല്യാണം ഇല്ല കഴിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട അല്ല, ആവശ്യമില്ല. കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടതല്ല. അല്ല ഇയാൾ അഡ്ജസ്റ്റ് ചെയ്ത പോരെ. ആ, എടാ, ആർക്കാ പ്രശ്നം? ഒന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ? അങ്ങനെ കുറെ ആളുകൾ പെണ്ണിന് കഷ്ടപ്പെടുന്നുണ്ട്. കഷ്ടപ്പെടുന്നൊന്നും കാണുന്നുണ്ടോ? അഡ്ജസ്റ്റ് ജീവിക്കുക. അയാൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, വേറെ വഴി പോകും. ഓക്കെ, നിങ്ങളോട് പറഞ്ഞു തരിക. അതാണ് ഞാൻ ചോദിച്ചത്. ബുദ്ധിമുട്ട് ഇവിടെ കേസ് വരുന്നില്ല, ഇന്നത്തെ കേസ് വരുന്നില്ല. അപ്പൊ എന്താ പറയുന്നത്? അതാ പറയുന്നത്, രണ്ടുപേരും കൂടി ഇരുന്ന് ചിന്തിച്ചിട്ട് കുട്ടികൾക്കുള്ള സമയം കൊടുക്കാൻ നിങ്ങൾ ഓക്കെ ആണോ? അല്ലാതെ ഇപ്പൊ ആള് പറഞ്ഞതുപോലെ കുട്ടിയുടെ അടുത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തായാലും ഇങ്ങനെയാണെന്ന് തീരുമാനിച്ചല്ലോ. അത് ഓപ്പൺ മാരേജ് ആവാം, ഡിവോഴ്സ്ഡ് ആവാം, സെപ്പറേറ്റഡ് ആവാം, അത് നിങ്ങളുടെ തീരുമാനം. ആസ് അഡൾട്ട്സ് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലേ എന്ന് മാത്രമേ ചോദ്യമുള്ളൂ. ഫൈൻ, അത് സോൾവ് ചെയ്തു. അതാ പറയുന്നത്. അപ്പൊ അത് വഴക്കിന് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ഡിവോഴ്സ് ചെയ്തു എന്ന് പറയുന്നത് അവരുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയല്ലോ. ഇനി നെക്സ്റ്റ് സെക്ഷൻ നമ്പർ 2 ആണ്. ഇനി അങ്ങനെ രണ്ട് വ്യക്തികളായി പിരിയുന്ന അവർക്ക് ഉള്ള ഒരു കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചിലപ്പോ വീക്ക്ലി വൺസ് ആയിരിക്കാം, വീക്ക്ലി ട്വൈസ് ആയിരിക്കാം, മന്ത്ലി വൺസ് ആയിരിക്കാം, ഒരുമിച്ച് വരാൻ നിങ്ങൾ ഓക്കെ ആണോ? കാരണം രണ്ടുപേരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് കുട്ടി. ഓക്കെ, അപ്പൊ ആ കുട്ടിക്ക് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഒരുമിച്ച് ഈ കുട്ടിയുടെ സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കുട്ടിക്ക് നല്ലതാ. അതിന് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദിക്കുക. ഒരു പ്ലേ ബോയ് അല്ലെങ്കിൽ വുമനൈസർ ആവാൻ അയാൾ കല്യാണം കഴിക്കുന്നതാണ്. അയാൾക്ക് ഫാമിലിയോട് ഇഷ്ടമാണ്. അതിപ്പോ അതേപോലത്തെ വൈബുള്ള ഒരാൾ അയാൾക്ക് പാർട്ട്ണറായിട്ട് കിട്ടിയ അയാൾ കല്യാണം അതാ പറഞ്ഞ എല്ലാവർക്കും മാച്ച് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കാനുള്ള ഒരു സാവകാശം ഉണ്ടായാൽ മതിയാവില്ലേ? മാത്രമല്ല അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ നടക്കുന്ന ഒരാൾ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുമോ എന്നുള്ളതും കൂടി ഒന്ന് ചോദ്യം നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുമോ? തന്റെ എക്സാമ്പിളിലുള്ള ആള് കല്യാണത്തെ കുറിച്ച് അപ്പൊ ജസ്റ്റിസ് കാണിക്കില്ല എന്ന് പറഞ്ഞാൽ കാരണം അവര് കണ്ടെത്തിയ പാർട്ട്ണർ ചിലപ്പോ അവരുടെ അതേ വൈബിളുള്ള ആളെ